ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സംസാരിക്കുന്ന കൈൻഡ് ഓഫ് വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ തംബ്നെയിൽ കണ്ടതുപോലെ ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. വീഡിയോയിലൊക്കെ കിടക്കാം നമുക്കപ്പോൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ഒരുപാട് ആലോചിച്ചു. കാരണം ഇപ്പം തന്നെ എൻ്റെ മുടിയായെന്ന് തോന്നുന്നു കെരാറ്റിൻ ചെയ്തിട്ട് ഏകദേശം 3 മാസത്തോളമായി. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എൻ്റെ മുടി എത്രത്തോളം നാശമാകുമെന്ന് അറിഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോപ്പർ റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യില്ലായിരുന്നു. കാരണം ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും അവരുടെ പേര് പറയും. ഞാൻ കുറേ ആലോചിച്ച് പേര് പറയണോ വേണ്ടത്. എന്തായാലും ഞാൻ ഏതാണ് സലോൺ എന്നൊക്കെ ഞാൻ അവസാനം പറയാം കേട്ടോ. ഞാൻ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പുള്ളൊരു സലോണാണ് ഇതെന്തായാലും. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി ലാസ്റ്റാണ്. എനിക്ക് തോന്നുന്നു 26 or 28 ആ ഒരു റേഞ്ചിലാണ് ഞാൻ മുടി കെരാറ്റിൻ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ എൻ്റെ മുടിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഉറപ്പാണ് എൻ്റെ മുടി ഫസ്റ്റ് ടൈം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമല്ലെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ മുടി സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, 2 തവണ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുണ്ട്, ബൊട്ടോക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 3 വർഷമായിട്ട് ഞാൻ എൻ്റെ മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അത് കൊണ്ടുപോകാനും അറിയാം. നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ കെയർ ചെയ്താലും മുടിക്ക് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്കിതുവരെ ഒരു പ്രശ്നം എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്, അതും ഇത്രയും നല്ലൊരു സലോണിൽ നിന്ന്. അതാണ് എന്നെ അതിശയിപ്പിച്ചത്. ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുള്ളത് കുട്ടി സലോണിൽ നിന്നായിരുന്നു. സാധാരണ ഒരു വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത നമ്മുടെ സലോൺ ഉണ്ടാവില്ല, അവിടെ നിന്നാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഈ തവണ ഒന്ന് മാറ്റി പിടിച്ചതാണ് ഇത്രയും നെഗറ്റീവായിട്ട് എനിക്കിപ്പോൾ റിസൾട്ട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആദ്യം തന്നെ അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം ഓഫർ പ്രൈസിലാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതന്നെ ഓഫർ പ്രൈസിൽ ചെയ്തതല്ലേ, അതുകൊണ്ട് ഒത്തിരി നഷ്ടമൊക്കെ ഉണ്ടാവും, സഹിച്ചോളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ട്രീറ്റ്മെൻറ്റും, എനിക്ക് തോന്നുന്നു 5ാമത്തെയോ 6ാമത്തെ തവണയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ ഓഫർ പ്രൈസിലാണ് ചെയ്തത്. ഓഫർ പ്രൈസ് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് എല്ലാ സലോൺകാരും നമ്മളെ പറ്റിക്കോ, മുടിക്ക് മേ ബി അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ ഹെയറിന് ഇതുവരെ ഒരു ഡാമേജും ഒരു സലോണിൽ നിന്നും അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഓഫർ പ്രൈസിൽ ചെയ്തിട്ട്. അപ്പം നമ്മൾ എങ്ങനെ വിചാരിക്കാം, ഇത് കുറച്ചും കൂടി ഇത്രയും ഹൈപ്പുള്ള സലോണല്ലേ, ഇവിടെ ചെയ്ത എന്തായാലും അടിപൊളി ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ത്രൂ ഈ ഒരു പേജിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയിട്ട് അവർ ഒരുപാട് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മുടി ഓൾറെഡി ഹെൽത്തിയാണ്, അതാണ് മെയിൻ കാരണം. ആദ്യ സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ സ്മൂത്തനിങ്ങും ഈ പറയുന്ന സ്ട്രെയിറ്റനിങ് ഒക്കെയാണ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി, ഫസ്റ്റ് ഞാൻ 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. അപ്പം ഇത് അത്രയ്ക്കും വൈറലല്ല ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നും എനിക്കുണ്ടായില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്തത് സ്ട്രെയിറ്റനിങ് ആണ്, പിന്നെ സ്മൂത്തനിങ് ചെയ്തു. അപ്പം എനിക്ക് പിന്നെ പതുക്കെ മനസ്സിലായി ഇത് അത്ര നല്ലതല്ല മുടിക്ക്. അങ്ങനെ ഞാൻ പിന്നെ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് ഹെൽത്തി ആക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുടിക്ക് പ്രോട്ടീൻ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ഞാൻ പിന്നെ ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സലോണിൽ എത്തുന്നത്. അങ്ങനെ 28ാം തീയതി ഒരു 26ാം തീയതി എന്തായാലും ആ ഒരു ടൈമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ചെന്നിട്ട് അവർ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഫോം തരും. ഞാൻ വേറൊരു സലോണിൽ അതുപോലെ കണ്ടിട്ടില്ല, നല്ല കാര്യമാണ്. തന്നതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ഹെയറിൽ ഒരു തരത്തിലുള്ള ഡാമേജുകളും ഇല്ല, എനിക്ക് ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആകെ എൻ്റെ മുടി ചുരുട്ട് കയറി തുടങ്ങി. കാരണം 6 മാസത്തോളം ആയിരുന്നു ബോട്ടോക്സ്, അതിന് 6 9 മാസം 8 മാസത്തോളം എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് മുടിയുടെ ഇവിടെയൊക്കെ ചുരുണ്ട് കയറുമല്ലോ, ആ ഒരു പ്രശ്നം മാത്രമേ എൻ്റെ മുടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതൊക്കെ പറഞ്ഞു, ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് ആണെന്നൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ഹെയറിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് നാച്ചുറൽസ് വെച്ച്, അതായത് കെമിക്കൽ ഇല്ലാത്ത കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഹെൽത്തി ഹെയർ ആണല്ലോ വേണ്ടത്. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിട്ട് എനിക്ക് കിടക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു ഫ്രിസ് കൺട്രോൾ ആവൂലേ, മുടി സ്മൂത്തനായി കിടക്കൂലല്ലേ നമ്മൾ ചെയ്തിട്ട് എന്തർത്ഥമുള്ളത്? അപ്പോൾ അവർ പറഞ്ഞു യെസ്, ഫ്രിസൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ആവും, മുടി സ്മൂത്തായിട്ട് കിടക്കും എന്ന് അവർ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ അവർ കുറേ രീതിയിൽ മാറ്റി പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എനിവേ അവരങ്ങനെ ക്ലെയിം ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു, അടിപൊളിയായിട്ട് മുടി കിടപ്പുണ്ട്. ഞാൻ വീഡിയോ ഇവിടെ കൊടുത്തു. ഞാൻ അന്ന് തന്നെ വീഡിയോ ഷോർട്സിൽ ഇട്ടിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ 3 മാസത്തോളം ആയെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 28ാം തീയതി കഴിഞ്ഞിട്ട്, ഫെബ്രുവരി കഴിഞ്ഞിട്ട് അതിലെല്ലാ ദിവസവും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ ചേഞ്ചസ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 28ാം തീയതി മുടി നല്ല രീതിയിൽ ഓക്കെ സെറ്റായി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുകയാണ്.
ഹെയർ വാഷ് ചെയ്ത് അന്ന് തന്നെ എൻ്റെ കിളി പോയി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. കാരണം ഉണ്ടായ സ്മൂത്ത്നെസ് ഒക്കെ അന്ന് തന്നെ ഫസ്റ്റ് ഹെയർ വാഷിൽ എൻ്റെ സ്മൂത്തനിങ് എഫക്റ്റ് എല്ലാം പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എന്താണിത്, മുടി ആകെ പോയി. ഞാൻ വിചാരിച്ചു ഇനി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്, ബോട്ടോക്സും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത്. ഈ കെരാറ്റിൻ ഇങ്ങനെയാണോ, മുടി ഉണങ്ങി കഴിയുമ്പോൾ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മുടി എനിക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ ആ സ്മൂത്തനിങ് എഫക്റ്റ് ഇല്ല, മുടി ഇവിടെയൊക്കെ അതേപടി ചുരുണ്ട് കയറാൻ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ ഓക്കെ കയ്യിൽ നിന്ന് പോയെന്നാണല്ലോ ഈശ്വര തോന്നുന്നത് എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചു. അപ്പോഴും ഫ്രിസ് അധികം വന്നിട്ടില്ല, ചുരുണ്ട് ഉള്ള ഒരു എഫക്റ്റ് ആണുള്ളത്. ഒരു 1 വീക്ക് കഴിഞ്ഞു, 2 വീക്കൊക്കെ ആയ സമയത്ത് എക്സ്ട്രീം ഹെയർ ഫാൾ, മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ദൈവം നടക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. നല്ല രീതിയിൽ മുടി കൊഴിയാൻ തുടങ്ങി. മുടി കൊഴിയാൻ തുടങ്ങുന്നത് മാത്രമല്ല നല്ലോണം എക്സ്ട്രീം ഫ്രിസ് ആയി തുടങ്ങി, മുടി മൊത്തത്തിൽ കുളവാൻ തുടങ്ങി. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഓക്കെ, അപ്പോഴും ഞാൻ ഇവരെ സംശയിക്കുന്നില്ല, മുടി ചെയ്തതിൻ്റെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും വൈറ്റമിൻ ഡി കുറഞ്ഞ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയാം. ഞാൻ അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു, അതിലൊന്നും ഒരു പ്രശ്നമില്ല. മുടിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം മുടിക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്ത സലൂണിലൊന്ന് കോൺടാക്ട് ചെയ്യൂ, എന്താ പ്രശ്നമെന്ന് അറിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ഗൂഗിൾ റിവ്യൂ ആണ് ഇട്ടത്. ഞാനിവിടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഗൂഗിൾ റിവ്യൂ ഇട്ടപ്പോഴാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നത്. അവരെ എനിക്ക് റിപ്ലൈ ആയിട്ട് തന്നേക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് മുടി നിങ്ങൾക്ക് ഇത് സ്യൂട്ട് ആവില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ മുടി ഡാമേജ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എനിക്ക് അപ്പോഴാണ് ശരിക്കും ദേഷ്യം വന്നത്. ഞാൻ അന്നാണ് റിയലൈസ് ചെയ്തത് ഗൂഗിൾ റിവ്യൂ നമുക്ക് ഒരു വട്ടം ഇടാൻ പാടില്ല. അവർ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ ക്ഷമിച്ചു, ഒന്നും നമുക്ക് തിരിച്ച് പറയാനില്ലല്ലോ, ഞാൻ ക്ഷമിച്ചു വിട്ടത്. എന്നിട്ട് മുടി ഭയങ്കര രീതിയിൽ ഹെയർ ഫാൾ എക്സ്ട്രീമായി, മുടി തിന്നായി തുടങ്ങി. എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം മുടി നല്ല രീതിയിൽ തിന്നാവാൻ തുടങ്ങി അറ്റം. അപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അതിലാവുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാമല്ലോ, അവരെന്താ പറയണമെന്ന് അറിയാലോ. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇവർ ഇത് തന്നെ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു. അങ്ങനെ അവസാനം എനിക്ക് അവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, കോൾ ചെയ്തു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് അന്ന് ഞാൻ മുടി ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ ആ സമയത്ത് ഡോട്ടാൻകിയുടെ ഏതൊരു ഷാമ്പൂ ആണ് യൂസ് ചെയ്തിരുന്നത്. അവർ പറഞ്ഞു ഡോട്ടാൻകി ഉപയോഗിക്കേണ്ട, ലോറിയൽ പാരീസിൻ്റെ ഏതെങ്കിലും ഷാമ്പൂ യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേട്ടനോട് പറഞ്ഞു ഓക്കെ ലോറിയൽ പാരീസ്, ഞാൻ ഇത്രയും കാലം ലോറിയൽ പാരീസ് ആണ് എനിക്കൊരു ഇത് ഡോട്ടാൻകിയുടെ പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഞാനല്ല ലോറിയൽ പാരീസ് ആണ് ഇത്രയും കാലം എൻ്റെ എല്ലാ ഹെയർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഞാൻ ലോറിയൽ പാരീസിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നിട്ടാണ് ഇവർ ഇത് പറയണത്. എന്നിട്ട് അവരോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര സോറിയൊക്കെ പറഞ്ഞു ഞാൻ മാനേജ്മെന്റിനോട് സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അവർ റിപ്ലൈ തന്നിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ എന്തായാലും ചെയ്യത്തില്ല. അവരെനിക്ക് റിപ്ലൈ തന്നില്ല. അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആരും പറഞ്ഞിട്ടില്ല ലോറിയൽ പാരീസ് ഉപയോഗിക്കാൻ, അതിൻ്റെ പ്രശ്നമാണ് ഈ സംഭവം എന്ന് പറഞ്ഞു. അതോടെ കൈയൊഴിയാണ്. അവരെന്നോട് പറഞ്ഞു സലൂണിലേക്ക് ഒന്ന് വാ, ഞങ്ങൾ മുടി നോക്കട്ടെ. ഞാൻ പറഞ്ഞു വരില്ല, ഇനി എന്തിനാ വന്നിട്ട്, നിങ്ങളിപ്പോൾ പറയും ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുമെന്ന് പറയും, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇനിയും പൈസ പോകുന്നത്, നിങ്ങൾ എന്തായാലും ഫ്രീ ആയിട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഫ്രീ ആയിട്ട് ചെയ്ത് തരില്ല. പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത്? അവർ മുടി നോക്കിയിട്ട് പറയും ഇന്ന പ്രശ്നമുണ്ട്, നിങ്ങൾ ഇത് ചെയ്യൂ അല്ല അത് ചെയ്യൂ, ഇതേ പറയത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെയും പൈസ പോകാന്നുള്ളതെ വേറെ ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ മുടിയെ ബാക്ക് ടു നോർമൽ ആക്കിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ ഓക്കെ ആക്കി ഞാൻ സ്വയം എഫേർട്ട് ഇട്ട് തിരിച്ചു കൊണ്ടുവരാണ്. എനിക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം അവരുടെ സൈഡിൽ നിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അവർ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ നമുക്ക് എന്താണ് പ്രോപ്പർ റിപ്ലൈ തന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തില്ല. ഞാൻ എൻ്റെ മുടി നിങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത് ഇത് അവരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും അയ്യോ എനിക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ പ്രശ്നമാണ്, അങ്ങനെ എന്തോരം ടെൻസ്ഡ് ആയാനെ, എന്തോരം പ്രശ്നം ഉണ്ടായാനെ. ഇതിപ്പോൾ എൻ്റെ മുടി ആയതുകൊണ്ടാണ് മീൻസ് ഇത്രയും ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കെരാറ്റിൻ ചെയ്തിട്ട് മുടിയാണ് ഇതില്ല. ഞാൻ ഒരുമിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പിന്നെ ഉള്ളൊന്നും പണ്ടേയില്ല, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഇത് കുളിച്ച് കഴിയുമ്പോൾ ഇത്ര ഉള്ളൂ ഈ മുടി, ഈ ചെറുവിരലിൽ അത്രയേ ഉള്ളൂ. കുളിക്കുമ്പോൾ നമുക്ക് ഈ മുടി ഇങ്ങനെ കാണുമ്പോൾ ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഉള്ളെങ്കിലും തോന്നിക്കുന്നത്. ഒന്നുമില്ല. ഫ്രിസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ കെട്ടിയ രീതിയില്ലേ ആ ഒരു രീതിയിൽ എനിക്ക് ഈ മുടി കെട്ടാൻ പറ്റത്തുള്ളൂ. കാരണം വേറെ എങ്ങനെ കെട്ടിയാലും ഇവിടുന്ന് ഇങ്ങനെ ചുരുണ്ട് കയറും കണ്ടോ. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും ഹെയർ ഫ്രിസിയാണ്, അത്രയും രീതിയിൽ ഹെയർ ഫ്രിസിയാണ്. ഈ മുടിയാണ് എനിക്ക് എനിക്ക് ഇത്രയും ദേഷ്യം, ഞാൻ ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം 3-4 മാസം കഴിയുമ്പോൾ നമ്മുടെ മുടി ഏത് പരുവത്തിലാവും എന്നുള്ളത്. അതൊന്നും അല്ല. ഇത്രയും പൈസക്ക് ഞാൻ ചെയ്ത എൻ്റെ മുടിയുടെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ.
അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാം. കാരണം ഇനി പോകുന്നവർ എങ്കിലും ശ്രദ്ധിക്കട്ടെ. കാരണം ഇത്രയും നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ ആലോചിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടെന്നുള്ളത്. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ ചെയ്തു. ഇപ്പം എനിക്ക് യൂട്യൂബ് എന്നുള്ളൊരു സോഴ്സ് ഇല്ലെങ്കിൽ അഫ്കോഴ്സ് ഞാൻ എങ്ങും പറയില്ല, ഞാൻ ഗൂഗിൾ റിവ്യൂ ഇട്ട് ഞാൻ നിർത്തും. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സോഴ്സ് ഉണ്ട്, നിങ്ങളോട് സംസാരിക്കാം എന്നുള്ള റൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇനി ആർക്കെങ്കിലും അബദ്ധം പറ്റാതിരിക്കട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയാം, ആ സലോണിൽ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലാ ട്രീറ്റ്മെന്റും മോശമാണെന്ന് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല. കാരണം അവർക്ക് 4.5 എന്തോ റിവ്യൂ ഉണ്ട്, ഗൂഗിൾ റിവ്യൂ ഉണ്ട്. ഫോളോവേഴ്സും നല്ല രീതിയുണ്ട്, എനിക്ക് 30K 25K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം മേ ബി അവരുടെ ട്രീറ്റ്മെന്റ് നല്ലതായതുകൊണ്ടാവാലോ, എനിക്കറിയില്ല. പക്ഷെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഇതാണ്. അവരെനിക്കൊന്ന് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയൊരു എസ്സേ പോലെ എനിക്കൊരു സംഭവം അയച്ചിരുന്നു. വാങ്ങിക്കേണ്ട പ്രൊഡക്ട്സിന്റെ ലിസ്റ്റ്. ആ പ്രൊഡക്ട്സ് ഒന്നും നമുക്കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല, അത് സലോണിൽ നിന്ന് തന്നെ വാങ്ങിക്കേണ്ടതാണ്. അതൊക്കെ കുറെ ഉടായ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ കുറേ പ്രൊഡക്ട്സ് അവരിറക്കും, അതൊന്നും യൂസ് ചെയ്തിട്ടല്ല എൻ്റെ മുടിയിൽ ഇത്രയും കാലം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തത് കേട്ടോ. അതും കൂടി ഞാൻ പറയാലോ. അതേപോലെ തന്നെ ഇവരുടെ ഗൂഗിൾ റിവ്യൂ നോക്കിയപ്പോൾ ഞാൻ കണ്ടിരുന്നു, കുറേ റിവ്യൂസ് കണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ അവർ കുറേ നിർബന്ധിച്ച് അവരുടെ പ്രൊഡക്ട്സ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. നല്ല പൈസയാണ് സത്യം പറഞ്ഞാൽ. GST ഉൾപ്പെടെ അവർ നല്ല രീതിയിൽ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഓഫർ ചെയ്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ പൈസ വാങ്ങിക്കുന്ന ഒരു സലോണാണ്. എന്നിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അപ്പോൾ സലോൺ ഇതാണ്, കൊച്ചിയിലാണ്, എറണാകുളം ഹസാലി എന്ന് പറയുന്ന ഒരു സലോണിൽ നിന്നാണ് ഞാൻ ഇത് ചെയ്തത്. ഹസാലി എന്ന് പറയുന്ന ഒരു സലോൺ. എന്തായാലും എനിക്ക് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആണ്. ഇനി ഞാൻ എന്തായാലും ആ സലോണിൽ പോകൂല. കാരണം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇനി ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. നിങ്ങളീ പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ പോയിട്ടുള്ളതല്ല സാധാരണ സലോണായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ മുടി നല്ല രീതിയിലൊന്ന് മുഖത്തിനനുസരിച്ച് വെട്ടിയിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ആഗ്രഹത്തിലാണ് ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ച് നല്ലൊരു സ്റ്റൈലിസ്റ്റിൻ്റെ അടുക്കെ പോവാലോ എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇവിടെ പോയത്. എൻ്റെ പൊന്നെ, വല്ലാത്തൊരു ചതിയായിപ്പോയി. എനിവേ, ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായ എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. കാരണം ഞാൻ ഒരിക്കലും ആ ഒരു സലോണിനെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇനി പോകത്തില്ല, കാരണം ഒരു വട്ടം നമുക്ക് കിട്ടിയ പണി പിന്നെ നമ്മൾ മറക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും പോകത്തില്ല. എങ്കിലും അവർ നല്ല റിവ്യൂ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ ഇത്രയും കസ്റ്റമേഴ്സും കാര്യങ്ങളും വരുന്നത്. എനിവേ, എനിക്കുണ്ടായ റിസൾട്ട് ഇതാണ്. എൻ്റെ മുടിയുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ എനിക്ക് തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കാനുള്ള വഴികൾ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ആയി നിന്നത്. ഇപ്പം എൻ്റെ മുടി ഒരുവിധം കുഴപ്പമില്ല, കൊഴിച്ചിലൊക്കെ നിന്നു, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രിസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നല്ല. അത് നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. ഒരു 4 to 5 months നമ്മുടെ മുടി ഒന്ന് ഓക്കെ ആയിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് എന്ത് റിവ്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റിൽ ഇടാം. എനിക്കറിയാം കുറേ പേർക്ക് ഇത് ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ പൈസ പോയതിൻ്റെ വിഷമത്താലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.